ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ കൊലപാതകത്തെയും മേഖലയിലുടനീളം ഇറാനിയൻ ആക്രമണങ്ങളെയും തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചു. സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും എത്രയും വേഗം സംഘർഷം തീർക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു. UAE പ്രസിഡന്റുമായി മോദി ഫോണിൽ സംസാരിച്ചു. പരമാധികാരം സംരക്ഷിക്കാനുള്ള UAEയുടെ നീക്കങ്ങൾക്ക് മോദി പിന്തുണ അറിയിച്ചെന്ന് UAE പ്രസിഡന്റ് അറിയിച്ചു. ഇന്ത്യ കൂടെ നിൽക്കുന്നതിന് നന്ദിയെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രതികരിച്ചു. ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കുന്നതിനെ രണ്ടു രാജ്യങ്ങളും അനുകൂലിക്കുന്നു എന്നും UAE പ്രസ്താവനയിൽ വ്യക്തമാക്കി. കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം മേഖലയിലെ സ്ഥിതി വിശദമായി വിലയിരുത്തി. അതേസമയം ഖമനേയിയെ വധിച്ചതിൽ ഇന്ത്യ മൗനം തുടരുകയാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാനെ സംയുക്തമായി ആക്രമിച്ചതിനും തുടർന്ന് ഖമനേയിയുടെ മരണത്തിനും ശേഷമുള്ള അതിവേഗ സ്ഥിതിഗതികൾ CCS അവലോകനം ചെയ്തതായി വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, മറ്റു ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മധ്യപൂർവ്വ ദേശത്തെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയും സംഘർഷം കൂടുതൽ രൂക്ഷമാകുകയാണെങ്കിൽ അടിയന്തര പദ്ധതികളും സംബന്ധിച്ചാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇറാനിൽ ഏകദേശം 10,000 ഇന്ത്യക്കാരും ഇസ്രായേലിൽ 40,000-ലധികം ഇന്ത്യക്കാരും പശ്ചിമേഷ്യയിലും ഗൾഫിലുമായി ഏകദേശം 9 ദശലക്ഷം ഇന്ത്യക്കാരും താമസിക്കുന്നു. മേഖലയിലെ മിക്ക ഭാഗങ്ങളിലും വ്യോമാതിർത്തി ഇപ്പോഴും തടസ്സപ്പെട്ടിരിക്കുന്നു. സൈനിക നടപടികൾ വിമാന സർവീസുകളെ ബാധിച്ചതിനെ തുടർന്ന് ദുബായ്, ദോഹ, മറ്റ് പ്രധാന ഗതാഗത കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇന്ത്യൻ എണ്ണ ഇറക്കുമതിക്ക് നിർണായകമായ കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയതിന്റെ ആഘാതം CCS വിലയിരുത്തിയതായി കരുതപ്പെടുന്നു. മേഖലയിലെ ഇന്ത്യൻ ദൗത്യങ്ങൾ പൗരന്മാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും ഹെൽപ്പ് ലൈനുകൾ സജീവമായിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി നടത്തിയ സംഭാഷണത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നെതന്യാഹുവിനെ വിളിച്ചത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെതിരായ സമീപകാല ആക്രമണങ്ങളെ അദ്ദേഹം അപലപിക്കുകയും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതേസമയം വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാൻ, ഇസ്രായേൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആശങ്കകൾ ഊന്നിപ്പറയുകയും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പ്രശ്നം പരിഹരിക്കാൻ ചർച്ചകളും നയതന്ത്രവും വേണമെന്ന് ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനിവാര്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും ജാഗ്രത പാലിക്കാനും എംബസികളുമായി സമ്പർക്കം പുലർത്താനും മേഖലയിലെ ഇന്ത്യൻ മിഷനുകൾ പൗരന്മാരോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. UAEയിൽ ഏകദേശം 3.9 ദശലക്ഷം, സൗദി അറേബ്യയിൽ 2.75 ദശലക്ഷം, ഖത്തറിൽ 8,30,000, ഒമാനിൽ 6,62,000, ബഹ്റൈനിൽ ഏകദേശം 3,47,000 എന്നിങ്ങനെ പശ്ചിമേഷ്യയിലെ ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതേസമയം ഊർജ്ജ ബന്ധങ്ങളുള്ള ഇന്ത്യയെ ഈ സംഘർഷങ്ങൾ കാര്യമായി തന്നെ ബാധിച്ചേക്കാൻ സാധ്യതയുണ്ട്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി മുതൽ കയറ്റുമതിയും ചരക്കു നീക്കവും വരെ പല മേഖലകളിലും ഈ സംഘർഷം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇന്ത്യക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ 80%-ലധികവും ഇറക്കുമതി ചെയ്യുകയാണ്. ഇതിൽ വലിയൊരു പങ്കും വരുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എണ്ണ ഉൽപാദനത്തിലോ വിതരണത്തിലോ ഉണ്ടാകുന്ന ഏത് തടസ്സവും ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുത്തനെ കൂട്ടും. ഈ സംഘർഷം ഇതിനകം തന്നെ ആഗോള എണ്ണവില കൂട്ടിയിട്ടുണ്ട്. വിതരണം തടസ്സപ്പെടുമോ എന്ന ഭയത്തിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയർന്നു. ഹോർമുസ് കടലിടുക്കാണ് ഏറ്റവും വലിയ ആശങ്ക. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്നത് ഈ ഇടുങ്ങിയ വഴിയാണ്. ഇറാൻ ഈ പാത അടയ്ക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ എണ്ണവില ബാരലിന് $100 വരെ എത്തിയേക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ധനവില വർധനവിനും പണപ്പെരുപ്പത്തിനും കറന്റ് അക്കൗണ്ട് കമ്മി കൂടുന്നതിനും കാരണമാകും. ക്രൂഡ് ഓയിലിൽ മാത്രമല്ല ഇന്ത്യയുടെ ആശ്രയം. പാചകവാത ഇറക്കുമതിയുടെ വലിയൊരു ഭാഗവും ഹോർമുസ് കടലിടുക്ക് വഴിയാണ് വരുന്നത്. സംഘർഷ മേഖലയിലൂടെ കടന്നു പോകാൻ കപ്പലുകൾ മടക്കുന്നതും ടാങ്കറുകളുടെ നീക്കം കുറഞ്ഞതും വിതരണ ശൃംഖലയെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ക്ഷാമം ഒഴിവാക്കാൻ ഇന്ത്യൻ എണ്ണ കമ്പനികൾ ആഭ്യന്തരമായി LPG ഉൽപാദനം കൂട്ടിയിട്ടുണ്ട്. എന്നാൽ പ്രതിസന്ധി നീണ്ടുപോയാൽ വീടുകളിലെ പാചകവാതകത്തിന് വില കൂടാനും ക്ഷാമം നേരിടാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.